ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് കലോത്സവത്തിലെ രജിസ്ട്രേഷൻ കമ്മിറ്റിയിലെ കൺവീനറും ചെയർമാനുമാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. എന്താ പേര്? പ്രിയ സജീഷ്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയാണ് കുന്നംകുളം മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇതിലെ കൺവീനറാണോ? അല്ല, ചെയർമാനാണ്. ഓക്കെ. എൻ്റെ പേര് വർഗീസ്. UP പള്ളിക്കലാണ്. ദേശീയ അധ്യാപക പരിഷത്തിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരാണ് ഇതിലെ മെമ്പേഴ്സ്. ബാക്കിയുള്ള ടീം മെമ്പേഴ്സൊക്കെ അവിടെ ഉണ്ട് രജിസ്റ്റർ ഓഫീസ്. എവിടെയാണ് ഈ കമ്മിറ്റി ഇപ്പോൾ ഉള്ളത്? പ്രവർത്തിക്കുന്നത് രജിസ്ട്രേഷൻ കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ 12 ഉപജില്ലയ്ക്ക് ആവശ്യമായ ഭക്ഷണ കൂപ്പൺ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ ചുമതല. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് മേള തുടങ്ങുന്നതിന് മുമ്പായി എല്ലാ പാർട്ടിസിപ്പേഷൻ കാർഡ് വിതരണം ചെയ്യുക, അവരുടെ രജിസ്ട്രേഷൻ നടത്തുക. അപ്പോൾ 12 ഉപജില്ലകളിൽ നിന്നും വഴിയാകലമുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ തലേ ദിവസം തന്നെ നമ്മളെല്ലാ രജിസ്ട്രേഷൻ പ്രോസസ്സും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതത് ഉപജില്ല പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വന്നിട്ടാണ് അവർക്ക് ആവശ്യമായ രജിസ്ട്രേഷൻ ആവശ്യമായ സാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ട് പോകുക. അത് അവരുടെ സ്കൂളുകൾ അവിടെ വെച്ച് തന്നെ ഓരോ ഉപജില്ല കേന്ദ്രങ്ങളിലും വെച്ച് വിതരണം ചെയ്യുകയും ശേഷം ഇവിടെ പിറ്റേ ദിവസം മുതൽ മത്സരങ്ങൾക്ക് തയ്യാറായി അവർ വരികയാണ് ചെയ്യുക. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഈ കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ടുണ്ടാവും. ഇന്ന് അധികം ജോലിയൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും, നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ജോലിയിലായിരിക്കും അല്ലേ? അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ രജിസ്ട്രേഷൻ കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വരുന്ന അധ്യാപകരും കുട്ടികളൊക്കെ നല്ലോണം സഹകരിച്ച് പോകുന്നുണ്ട്. നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാ അധ്യാപകരും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഭക്ഷണ കൂപ്പണായാലും രജിസ്ട്രേഷൻ പാർട്ടിസിപ്പേഷൻ കാർഡുകളായാലും നല്ല സഹകരണം എല്ലാ ഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ കുട്ടികളുടെ ഭാഗത്തുനിന്നോ സ്കൂളുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്ത രീതിയിൽ തന്നെ നമ്മൾ ക്രമീകരണങ്ങൾ വിശദമായി പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പരാതികളോ? ഇല്ല, എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയിരുന്നു. ഞങ്ങൾ നഗരസഭയുടെ എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മേളയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റിക്കും വിശേഷിച്ച് യാതൊരു പരാതികൾക്കും ഇട നൽകാതെ തന്നെ കുന്നംകുളത്തിൻ്റെ ജനകീയമായി സാംസ്കാരികമായ നല്ല ബോധ്യമുള്ള ഒരു സ്ഥലമാണല്ലോ കുന്നംകുളം. നിങ്ങൾക്കറിയാം, പള്ളിപ്പെരുന്നാളുകളായാലും പൂജകളായാലും മറ്റു സാംസ്കാരിക പരിപാടികളായാലും കുന്നംകുളത്തിൻ്റെ തനിമ ഇന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുന്നംകുളത്തിൻ്റെതായ ഭരണസമിതി അതിൻ്റെ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പരിപാടികൾക്കും വളരെ ആത്മാർത്ഥമായ സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സമാപന ദിവസമാണ്. അപ്പോൾ എല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും നന്നായിട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇനിയും വരും വർഷങ്ങളിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.